ഒരു കറി എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കണതാണ്. മത്തങ്ങ, വെള്ളരിക്ക, കുമ്പളങ്ങ, കത്തിരിക്ക, ഒരു കായ, ഇത് വെച്ചിട്ട് ഒരു കറി തയ്യാറാക്കാം. ചോറിന് വേണ്ടി തയ്യാറാക്കുന്ന ഒരു വെജിറ്റബിൾ കറിയാണ്. ഇതിൽ ആവശ്യമായ ശകലം മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടിയും ഞാൻ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളവും വെച്ചിട്ട് വേവിക്കണം. പാകമായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ, ശകലം മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഉള്ളി, ജീരകം, ഇത് എത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്കിതൊന്ന് ഇതിലോട്ട് ആഡ് ചെയ്യാം. അതിനെ നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം. ശകലം പുളിയുടെ ചാറ് നമുക്കിതിൽ പിഴിഞ്ഞ് വെച്ചേക്കുന്നത് ശകലം ഒന്ന് ചേർത്ത് കൊടുക്കാം, പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. തക്കാളി വേണ്ടാത്തതുകൊണ്ടാണ് ചേർക്കാത്തത്. വെജിറ്റബിൾ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ കടുക് തളിക്കാൻ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് കടുക് ശകലം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില, കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇടാം. ഞാൻ ഉള്ളി അരച്ച് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇതിൽ ഉള്ളി ചേർക്കുന്നില്ല. ഞാൻ ഒരുപാട് ക്വാണ്ടിറ്റിയൊക്കെ കുറച്ചാണ് ഫുഡിനൊക്കെ ഉപയോഗിക്കുന്നത്. എൻ്റെ ഹെൽത്താണ് പ്രശ്നം. അതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് കടുക് ഇട്ടിട്ടുണ്ട്. അത് പൊട്ടി അതിലേക്ക് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. അതായത് നോക്കിയിട്ട് നമുക്കിതിന് വെജിറ്റബിൾ കറി റെഡി ആയിട്ടുണ്ട്. എൻ്റെ ആവശ്യത്തിനൊപ്പം എല്ലാം ചേർത്തിട്ടുണ്ട്. എരിവ് കുറവുള്ള കറിയാണ് ഇത്. നമുക്ക് ചപ്പാത്തിക്ക് വേണേലും ദോശയ്ക്ക് വേണേലും ചോറിനോടെയും എല്ലാത്തിനും കഴിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. രാത്രി ഞങ്ങൾ കാപ്പിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ രാത്രിക്കും കൂടി കണക്കിയൊക്കെയാണ് ഇത് വെച്ചേക്കുന്നത്. ഉച്ചയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഫുഡ് കഴിക്കാൻ. അപ്പോൾ എനിക്ക് ചോറിന് വെജിറ്റബിൾ കറി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ.